ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റുള്ള, അതുപോലെ തന്നെ വളരെ സിമ്പിളും അതുപോലെ തന്നെ കാണാനും നല്ലൊരു ഭംഗിയുള്ള ഒരു അടിപൊളി വെറൈറ്റി ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മാവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിനകത്തോട്ട് 1 കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ മൈദ വെച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇങ്ങനെയുള്ള കടികളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഉപ്പ് കറക്റ്റായിട്ട് ആവണം കേട്ടോ. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1-2 ടീസ്പൂൺ മാത്രം. ഇനി നെയ്യ് വേണമെങ്കിൽ നെയ്യും കൂടെ ചേർക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ കൈവച്ചൊന്ന് മിക്സ് ചെയ്യുക ആദ്യം. എന്നിട്ട് ഇതിലോട്ട് നമ്മുടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അങ്ങനെ അങ്ങ് കുഴച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഞാനിതാ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുള്ളതാണ് ഇത്. ഇപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ അങ്ങ് മെല്ലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു മസാല റെഡിയാക്കണം. ഈ മസാല നമുക്ക് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു 2 ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങാവണം നമ്മൾ ഇതിലോട്ട് എടുക്കുന്നത്. അപ്പോൾ അതിവിടെ ഞാൻ ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ചിക്കനാണ്. ഈ ഒരു കപ്പിന് 1 കപ്പ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കനും കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു 2 വിസിലടുപ്പിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു സവോള ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് 1 ടേബിൾ സ്പൂൺ, അതും കൂടെ ചേർക്കുന്നുണ്ട്. അത് ചേർക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതെന്തായാലും ചേർക്കണം കേട്ടോ. പിന്നെ ചിക്കൻ്റെയും ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാവുന്നതാണ്. എത്രത്തോളം ഉണ്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർക്കുക. ഇനി ഇതിലോട്ട് ഒരു പിടി കരിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില അതും കൂടെ കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വലിയ ജീരകത്തിൻ്റെ പൊടിയില്ലേ, അത് ഒരു 1/4 ടീസ്പൂൺ ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിക്കനിലും ഉരുളക്കിഴങ്ങിലും ചേർത്തിട്ടുള്ള ഉപ്പ് നോക്കണം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. വെള്ളവും കാര്യങ്ങളൊന്നും ചേർക്കണ്ട. ഈ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണേ. അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് അതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഇങ്ങനെ ഒരു റോളാക്കി എടുക്കാൻ പറ്റണം. ആ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കാൻ കഴിയുന്നതാണ് നമ്മൾ ആ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തത് കൊണ്ട്. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ഈ ഒരു ഷേപ്പിലൊന്ന് ആക്കിയെടുക്കട്ടെ. എനിക്കിവിടെ ഈ ഒരു അളവിൽ ഏകദേശം ഒരു 12 ബോളുകളാക്കിയിട്ടാണ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡിയാക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു
മാവുണ്ടല്ലോ അതൊന്നും കൂടെ കുഴച്ചിട്ട് ഞാനൊരു 4 ബോളുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ബോളും നമുക്കൊന്ന് പരത്തിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പത്തിരി പലകയിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മാക്സിമം തിന്നായിട്ട് പരത്തിയെടുക്കുക. ഓരോ ബോളും മാക്സിമം തിന്നായിട്ട് പരത്തിയെടുക്കുക. അങ്ങനെ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ മസാലയുടെ ഓരോ ബോളും ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു അളവിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിതാ 1ൽ 3 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 4 ബോളാണല്ലോ ഞാൻ മൊത്തത്തിൽ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 12 മസാലയുടെ ബോൾ വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിൽ വേണം നമ്മൾ ചെയ്തിട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കുക, നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ. എന്നിട്ട് അവസാനം ആ ഒരു അറ്റത്ത് കുറച്ച് മൈദയുടെ പേസ്റ്റ് ആക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ആക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. മൊത്തത്തിൽ ഇവിടെ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു മൈദയുടെ കോട്ടൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് കോരി മാറ്റാവുന്നതാണ്. മസാല കാര്യങ്ങളൊന്നും പുറത്തോട്ടൊന്നും വരുന്നില്ല. പിന്നെ നിങ്ങൾ ആ ഒരു റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നാലേ ഇതുപോലെ കറക്റ്റായിട്ടത് ഒട്ടി നിൽക്കുകയുള്ളൂ കേട്ടോ. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ്, കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ പൊട്ടാറ്റോ റോൾ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്കിനിയും കാണാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ബൈ.